ഒരുപാട് സന്തോഷമുണ്ട്. അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിനെ പോലുള്ളൊരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി 10 lakhs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ടാണ്. ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്കുണ്ടായിരിക്കും. ഗുഡ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാം എത്ര വലിയ ബിസിനസ്മാനാണ് എല്ലാവരും സാധാരണക്കാരാണ്. അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ ഹൃദയം നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് നന്ദിയാണ്. അപ്പോ അതുപോലെ തന്നെ കണ്ടോ ഷർട്ടിന് മാച്ചിങ് ബോക്സ്. അല്ല ഞാനേ സാറിൻ്റെ ഇപ്പം ഇങ്ങനെ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്നെപ്പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു, അത് കഴിഞ്ഞ് ഇന്ന് ചെക്ക് തരികയാണ്. അതാണ് കോൺഫിഡൻസിന്റെ ഒരു പോളിസി. വാഗ്ദാനം മാത്രമല്ല, എൻ്റെ അമ്മ പറയാനുണ്ട്, ഇതിൽ ആശ മാത്രം കൊടുക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞ ഇത് കൊടുത്ത് സാറ് എത്ര തിരക്കുള്ള മനുഷ്യനാണ്, ഒരു മഹത് വ്യക്തിയാണ്. എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരാന്ന് പറഞ്ഞാൽ അത്രമാത്രം സന്തോഷമുണ്ട് സാർ. താങ്ക് യു. ഞാൻ പിന്നെ നിങ്ങളുടെ ഓഡിയൻസിന് ചോദിക്കും എങ്ങനെയാണ് റെഡ് എന്ന്. ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക്. അപ്പോൾ നാളെ എൻ്റെ എപ്പോഴും റെഡ് കളറിലാണ് ഞാൻ സൈൻ ചെയ്യുന്നത്. എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത്. അപ്പോൾ നാളെ ബാങ്കിലിട്ടോളൂ. മറ്റൊന്ന് 10 ലക്ഷാധിപതി. ഒരിക്കൽ കൂടെ അതും വേണ്ട.